ഒരു അമ്മയും കുഞ്ഞും അതാണ് അത് കേട്ടതിൽ ഒരുപക്ഷെ വല്ലാതെ നമ്മുടെ മനസ്സിൽ തങ്ങി നിന്ന ഒരു കഥ. ഒരു അമ്മയുടെ ആ കുഞ്ഞ്, അതിന് ഏതാണ്ട് 6 മാസം മാത്രമേ പ്രായമുള്ളൂ. ആ കുഞ്ഞിനെയും കൊണ്ടാണ് അമ്മ ഒരു മരത്തിൽ പിടിച്ചു നിന്നത്. നമ്മൾ നിൽക്കുന്ന ഈ ചൂരൽമലയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ആ അമ്മ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഒരു മരത്തിൽ പിടിച്ച് കുറേ മണിക്കൂറുകൾ നിന്നു എന്നാണ് പറയുന്നത്. അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞു. ആ ആ ആ അമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന ബാക്കി മുഴുവൻ പേരെയും അവരെ പറ്റി യാതൊരു വിവരവും ഇല്ല. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും ആ വീടിരുന്ന ഭാഗത്ത് നടന്നു. വീടിരുന്ന ഭാഗമെന്ന് ഞാൻ പറയുന്നത് അവിടെ വീടിരുന്ന ഭാഗം മാത്രമേ ഉള്ളൂ, വീടില്ല. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വളരെ ദൂരെയാണ് കണ്ടത്. അവരുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഒരു വാഹനം വളരെ ദൂരെ അത് ഏതാണ്ട് ഒടിഞ്ഞു നുറുങ്ങിയ മട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ഉണ്ടായിരുന്ന അവരൊക്കെ എവിടെ? ഒരു വിവരവുമില്ല അവരെപ്പറ്റി. അങ്ങനെ വിവരമില്ല ആളുകൾ, കാണാതായവരെ പറ്റിയുള്ള കണക്കുകൾ ഈ നാട്ടുകാർ പറയുന്നത് റവന്യൂ വകുപ്പിന് അറിവുള്ളതാണോ അതോ റവന്യൂ വകുപ്പ് അതുകൂടി ചേർത്തതാണോ ഈ കണക്കെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കണക്കിൽ റവന്യൂ വകുപ്പ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ഈ നാട്ടുകാരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ സർവൈവൽ എന്നതിൻ്റെ എത്രയോ മുഖങ്ങൾ, എത്രയോ അനുഭവങ്ങൾ ഇവിടെ വന്ന ശേഷം ഈ ചുരുങ്ങിയ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു, കേട്ടു, അറിഞ്ഞു, അത് പ്രേക്ഷകരുമായി പങ്കുവച്ചു. അത്തരം വിവരങ്ങൾ നമുക്ക് ധാരാളം വരികയാണ് ഇപ്പോഴും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഭൂകമ്പ ബാധിത മേഖലകളിലൊക്കെ 3-4 ദിവസം മണ്ണിനടിയിൽ കുടുങ്ങി ജീവിതത്തിലേക്ക് തിരികെ വന്നവരുടെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളത്തെ തെരച്ചിൽ അതും രക്ഷാപ്രവർത്തനം തന്നെയാണ്. നമ്മൾ ആളുകളെ കാണുക തന്നെയാണ്. ജീവൻ്റെ ഒരു തുടിപ്പ്, ഒരു അംശം, ഒരു ചലനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്.